ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ ഒരു ചപ്പ് കണ്ടില്ലേ, ഇതിന് കുടകിൽ ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ. കാരണം ഇന്ന് കർക്കിടക 18ആണ്. കർക്കിടകം 18ൻ്റെ അന്ന് ഈ ഒരു ചപ്പും കൊണ്ട് കർക്കിടക കഞ്ഞി, കർക്കിടക പായസം അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം ഇതിൽ 18 രീതിയിലുള്ള അല്ലെങ്കിൽ 18 മരുന്നുകൾ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഇവിടെ കുടകിലെ എല്ലാവരും ഈ ഒരു ചപ്പ് ഇന്ന് പറിച്ച് ഇതിൽ കർക്കിടക കഞ്ഞിയും കർക്കിടക പായസവും ഒക്കെ ഉണ്ടാക്കും. അപ്പോൾ നമുക്കും ഉണ്ടാക്കാം, എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമുക്ക് ചാനലിലേക്ക് പോകാം. അപ്പോൾ ഞങ്ങൾക്കിത് എവിടെയും കിട്ടിയില്ല ഇന്ന്. അപ്പോൾ ഇത് അനിയനാണ് കേട്ടോ കൊണ്ട് തന്നേക്കുന്നത്. ഇത് പല ആൾക്കാരും പല രീതിയിലാട്ടോ ഇതിന് ഈ ഒരു കഞ്ഞി അല്ലെങ്കിൽ ഒരു പായസം വെക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നൊരു മെത്തേഡാണ് ഇങ്ങനെ. ഞാൻ നന്നായിട്ട് വാഷ് ചെയ്യണം കേട്ടോ. കാരണം ഇതിലെന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ ഇലയൊക്കെ നോക്കി ഇതിൻ്റെ തണ്ടും ഇലയൊക്കെ എടുത്തിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. ഇതിവിടെ കണ്ടില്ലേ, ഞാനിവിടെ ഒരു അര കുക്കറോളം കേട്ടോ അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പോൾ ആ മരുന്നിൻ്റെ അംശമെല്ലാം ആ വെള്ളത്തിലിറങ്ങണം, അത്ര മാത്രമേ ഉള്ളൂ. കുക്കറിൽ വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു പാത്രത്തിൽ അതിനെ തിളപ്പിച്ചെടുത്താൽ മതി. ഇത് ഈ നമ്മുടെ മരുന്ന് ചപ്പൊക്കെ ഇട്ടിട്ട് കേട്ടോ. നമുക്ക് ഈ ഇലയുടെയും ആ തണ്ടിൻ്റെ അംശം, മരുന്നിൻ്റെ അംശം വെള്ളത്തിലിറങ്ങിയാൽ മതി. വിസിലായിട്ടുണ്ട്, അപ്പോഴത്തേക്ക് ഞാൻ ഓഫാക്കി കേട്ടോ. അപ്പോൾ നമുക്കിത് ഓപ്പണാക്കി നോക്കാം. കണ്ടില്ലേ, ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു മാജിക് കാണിച്ചത്. ഇപ്പം നമ്മുടെ എൻ്റെ വെള്ളമൊക്കെ കണ്ടില്ലേ, ഇത് ഈ ഒരു കളറിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു ഉജാല കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഈ ഒരു കളറിൽ കിട്ടണം. ഇതിനേക്കാളും കുറച്ചും കൂടി ഡാർക്കാവും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വെള്ളം മാത്രം മാറ്റിയിട്ട് ഈ വെന്ത ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമുക്കിനി വേണ്ട. ഇത് നമുക്ക് കളയഞ്ഞ് അതിൻ്റെ വെള്ളം മാത്രം നമുക്ക് ഊറ്റി വേറെ പാത്രത്തിലേക്ക് മാറ്റണം. കണ്ടില്ലേ, ഒരു നീല കളറിലാണ് കേട്ടോ നമുക്കിത് കിട്ടിയിട്ടുള്ളത്. നീല കളറിൽ കിട്ടും. അപ്പോൾ ആ ഇലയിൽനിന്നും തണ്ടിൽ നിന്നും നല്ല മരുന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ഈ കളറിൽ സാധാ പച്ചരി ഉണ്ടല്ലോ, അതൊരു 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അതേ കുക്കറിലേക്ക് തന്നെ ഞാൻ 2 ഗ്ലാസ് അരി മാറ്റി എടുത്ത് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ വെള്ളം നമ്മളിനി ആ മരുന്ന് വെള്ളം ഇതിലേക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് എത്ര വേണം അത്ര ആവശ്യത്തിന് നമ്മൾ ഈ മരുന്നിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിപ്പം. അരിയും ആ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ ഇട്ടിട്ട് വേണം കേട്ടോ. ഉപ്പും ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ. ഇപ്പം ഞാനൊരു 2 ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കുറച്ച് ഉപ്പ്. ഒരു 2 വിസിലാവുന്നവരെ വിസിലഴിച്ചിട്ട് വേവിച്ചെടുക്കണം. ഇതിൻ്റെ വെള്ളം കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് ഞാൻ അതേ വെള്ളം ഒഴിച്ച് തന്നെ കുറച്ച് ഈ നമ്മുടെ ശർക്കര ഉണ്ടല്ലോ അതൊന്ന് വെള്ളമാക്കി എടുക്കണം കേട്ടോ. പിന്നെ ആ ഒരു മരുന്നിൻ്റെ ചപ്പില്ലേ, അതിൽ 18 ആവുമ്പം 18 മരുന്ന് കിട്ടും നമുക്ക്. നാളെ ആകുമ്പോഴത്തേനും ഒരു മരുന്ന് കുറയും, മറ്റന്നാൾ അങ്ങനെ മരുന്ന് കുറഞ്ഞു വരും. 18 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും അതിലുള്ള മരുന്നിൻ്റെ അംശം കുറയുമെന്നാണ് പറയുന്നത്. പിന്നെ ഈ 18 ഇന്ന് 18 അല്ലേ, അപ്പം ഇതിന് മുമ്പ് നമ്മൾ പറിച്ചെടുത്താലും അതിൽ മരുന്ന് നമുക്ക് 18 കിട്ടിയില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം നമ്മളിത് വിസിലടിച്ചു, 2 വിസിലൊക്കെ അടിച്ചപ്പോഴത്തേക്ക് ഞാൻ എടുത്തു കേട്ടോ. അപ്പോൾ ഈ പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് നമ്മൾ വെല്ലം ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് നമ്മളുടെ ആ മരുന്നിൻ്റെ വെള്ളം ഉണ്ടല്ലോ അതും കൂടെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്ത് കുറച്ചും കൂടി ലൂസായിട്ട് എടുക്കാം കേട്ടോ. ഇതിൽ നമ്മൾ ശർക്കര ഇടുമ്പോൾ ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് ആവും. അല്ലെങ്കിൽ നമ്മൾ പഞ്ചസാര ഇടുകയാണെന്നെങ്കിൽ ഒരു നല്ല കളർ തന്നെ കിട്ടും കേട്ടോ. ശർക്കര ഇടുമ്പോൾ ഒരു കളർ മാറ്റം വരുന്നുണ്ട്. നമുക്ക് കുറച്ചും കൂടെ കട്ടയായെന്ന് തോന്നുമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ അടുത്ത് വെച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്താലായി. ഏകദേശം നമ്മുടെ പായസം കഞ്ഞി ഇങ്ങനെ റെഡി ആയിക്കൊണ്ട് വന്നു.
കണ്ടില്ല. അപ്പോൾ നമ്മൾ മുമ്പേ എടുത്തു വെച്ച മരുന്നിൻ്റെ വെള്ളം എല്ലാം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയും 2 ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരമൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇനിയും വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.